ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടേണ്ട നേട്ടങ്ങൾ? പ്രാർത്ഥന എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും യഥാർത്ഥത്തിൽ അഭ്യസിക്കുന്നത്? ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു വ്യക്തി പ്രാർത്ഥനയിലൂടെ യേശുവുമായിട്ടുള്ള ബന്ധത്തെ സ്ഥാപിക്കണം. 2, ലോകത്തോട് യേശുവിനെ ഏറ്റുപറയാനായിട്ടും സാക്ഷ്യപ്പെടുത്തുവാനായിട്ടുള്ള വലിയൊരു അനുഭവം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മുടെ ലൈഫിൽ ഇത് രണ്ടുമാണ് ഉണ്ടാവേണ്ടത്. ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ ഏറ്റവും അധികമായിട്ടും ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് യേശുവിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ടും ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പല സാക്ഷ്യങ്ങളും ഞാൻ കേൾക്കാറുള്ള ഒരാളാണ്. ഈ പല സാക്ഷ്യങ്ങളും ശ്രദ്ധിക്കുമ്പോൾ എല്ലാം നമുക്കറിയാം, കൃപയിൽ നിന്നുകൊണ്ട് കിട്ടുന്നതുമുണ്ട്, മെറിറ്റിലാണെങ്കിലും കിട്ടുന്നതുമുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളല്ല, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, യേശുവിനെ നേടിയോ എന്നുള്ളത് നമ്മൾ പരീക്ഷിക്കണം. 2, നമുക്ക് യേശുവിനെ എത്ര പേർക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളത് നമ്മൾ നോക്കണം. നമ്മുടെ അനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കാനായിട്ട് പരിശ്രമിച്ചു. അത് അവരിൽ എത്തിയതിന് ശേഷം അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് എത്രമാത്രം അത് ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കേട്ടോ. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമാണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു സമയം നമുക്കുണ്ട്. അത് പല ആളുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മിക്ക സമയങ്ങളിലും ദൈവത്തെ ഓർക്കണം. ദൈവവുമായിട്ട് നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമുക്ക് ദൈവത്തിൽ നിന്നും അകന്നു പോകാനുള്ള പല പ്രലോഭനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് താഴെ വീഴാതിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കർത്താവുമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ബന്ധം വേണം. നമ്മൾ ഒരു 7 തവണ വീണാലും 70 തവണ വളരെയധികം ശക്തി പ്രാപിച്ചുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കും. അതാണ് യേശുവുമായിട്ടുള്ള ആത്മബന്ധത്തിലുള്ള ഒരു വ്യത്യാസം. എൻ്റെ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടത്. അപ്പം നിങ്ങളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യണം. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എത്രത്തോളം എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം ഉയർത്താൻ എനിക്ക് പറ്റി? ഏതളവ് വരെ അത് ഉയർന്നു നിൽക്കുന്നുണ്ട്? എത്ര പേരോട് എനിക്ക് യേശുവിനെക്കുറിച്ച്, കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ എനിക്ക് പറ്റി എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ചിന്തിക്കണം.